ഹലോ, എല്ലാവർക്കും സ്മോൾ ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാണ് ഞങ്ങളുടെ ഓണവിശേഷം. ഇത് ഞങ്ങളുടെ മുറ്റത്ത് ഇട്ട പൂത്തറയാണ്. പൂത്തറ എന്ന് പറഞ്ഞാൽ ഇത് റെഡിമെയ്ഡ് പൂത്തറയാണ് കേട്ടോ. ശരിക്കുള്ള മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ പൂത്തറയല്ല. കാരണം വീട് ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പം മുറ്റത്ത് പൂത്തറ ഇടുക എന്നുള്ളത് ഒരു നടക്കുന്ന കാര്യമായിരുന്നില്ല. അപ്പം ഹസ്ബൻഡ് വീട്ടിലിങ്ങനെ വീട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ പട്ടികയൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ കഷ്ണം വെച്ച് ആണി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കറുപ്പ് പെയിൻ്റ് അടിച്ച് എന്നിട്ടൊരു റെഡിമെയ്ഡ് പൂത്തറ. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ കഴിഞ്ഞ കൊല്ലവും ഞങ്ങൾ ഇതേ പൂത്തറ ഉപയോഗിച്ച് എന്നിട്ട് അവിടെ സൂക്ഷിച്ച് വെച്ചു. എന്നിട്ട് ഈ കൊല്ലം എടുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ആണി അടിച്ചിട്ട് കുട കുത്താനുള്ള 10 ഹോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ പൂത്തറ റെഡി. സംഭവം നമുക്ക് ചാണകമൊന്നും മെഴുകണ്ട. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ദിവസം പൂ മാറ്റി പുതിയ പൂ ഇട്ടാൽ മതി. ഇതാണ് ഞങ്ങൾ മുറ്റത്ത് ഇന്നിട്ട പൂവ്. പിന്നെ ഓണം പ്രമാണിച്ച് വീടിൻ്റെ ഉമ്മറത്തും ഇതാ ചെറിയൊരു പൂക്കളം. ഇനി ഞങ്ങൾ അകത്ത് ലിവിങ് റൂമിലിട്ട പൂക്കളം കാണിച്ചു തരാം. ഇതാണ് ഹസ്ബൻഡാണ് ഇതിൻ്റെ സൃഷ്ടാവ്. എല്ലാ വർഷവും ഹസ്ബൻഡ് അകത്ത് ഓണത്തിൻ്റെ അന്ന് മാത്രം കുറച്ച് വലിയ പൂക്കളമുണ്ട്. ബാക്കി എല്ലാ ദിവസവും ഞാൻ പറമ്പിൽ തൊടിയിൽ നിന്നൊക്കെ പൂക്കൾ പറിച്ചിട്ടാണ് പൂവിടുക. കാരണം എനിക്ക് നിർബന്ധമാണ് പറമ്പിലുള്ള പൂക്കൾ പറിച്ച് ഇടണം. അതിനാണ് അതിൻ്റേതായൊരു രസം. പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയൊക്കെ നമ്മളെ മൈൻഡിലേക്ക് വരും. അപ്പം അതുകൊണ്ട് ബാക്കി എല്ലാ ദിവസവും ഞാൻ അങ്ങനെയുള്ള പൂക്കളാണ് ഇടുക. ഓണത്തിൻ്റെ അന്ന് മാത്രം ഹസ്ബൻഡ് പുറത്തുനിന്ന് പൂവ് വാങ്ങി വലിയ പൂക്കളിടും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ പൂക്കള വിശേഷങ്ങൾ. പിന്നെ ഉച്ചക്ക് ഒരു പച്ചക്കറി സദ്യ, അതിനുശേഷം ഒരു പായസം. ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഓണവിശേഷങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ഓണം ഉണ്ടാവട്ടെ. എല്ലാവരും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ബൈ.